ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ മലേഷ്യയിൽ എന്താണ് കാണാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം റിവർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളൊരു രണ്ട് റിവറിൻ്റെ സംഗമ സ്ഥാനത്ത് അവർ ഒരു എന്താ പറയുന്ന ഒരു ഫൗണ്ടനും ഒരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അത് പിന്നെ രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഏരിയ. ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ക്വാലലംപൂരിൽ തന്നെ ഏറ്റവും പഴയ മസ്ജിദിൻ്റെ ഏറ്റവും പഴക്കമുള്ള മസ്ജിദിൻ്റെ ഏരിയയാണ്, പരിസരമാണ്. അവിടെയാണ് ഈ രണ്ട് റിവർ സംഗമിക്കുന്ന സ്ഥലം. അവിടെയാണ് ഈ ബ്യൂട്ടിഫിക്കേഷൻ അവർ ചെയ്തിരിക്കുന്നത്. മസ്ജിദ് ജാമിക് സുൽത്താൻ അബ്ദുൽ സമദ് എന്നാണ് ആ ഒരു മോസ്കിൻ്റെ പേര്. ആ മോസ്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഓൾഡസ്റ്റ് മോസ്ക് ആണെന്നാണ് പറഞ്ഞത്. ക്വാലലംപൂരിലെ ഓൾഡസ്റ്റ് മോസ്ക് ആണ്, ഏറ്റവും പഴയ ഒരു മോസ്കാണ്. അവിടെ രണ്ട് റിവർ ഉണ്ട്, ക്ലാങ് റിവർ, പിന്നെ രണ്ടാമത്തെ ഗോംബാക് റിവർ എന്നും പറഞ്ഞിട്ട്. ഈ രണ്ട് റിവറിൻ്റെയും ഈ സംഗമ സ്ഥാനത്താണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഇത് ഭയങ്കര ഒരു ചെളിയൊക്കെ പിടിച്ച് നമ്മുടെ നാട്ടിലെ നദികളൊക്കെ പോലെ കടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് അവരൊരു പ്രൊജക്റ്റായിട്ട് എടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്ത് അവിടെ ഒരു ടൂറിസം പദ്ധതി കൊണ്ടുവരികയായിരുന്നു. അപ്പം ആ ഒരു സംഭവത്തിലോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ പറയുന്ന റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. റിവർ ഓഫ് ലൈഫ് എന്ന പേര് വരാൻ കാരണം മേ ബി റിവറിനൊരു പുനരുജ്ജീവനമൊക്കെ കൊടുത്തതിൻ്റെ പേരിലൊക്കെ അങ്ങനെ ഒരു പേരാരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ അവരൊരു ഭീമമായ തുകയാണ് ചിലവാക്കിയത്. 4.4 ബില്യൺ റിങ്കറ്റാണ് ഇതിനെ മൊത്തത്തിൽ ചിലവാക്കിയത്. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 781 ഹെക്ടർ ഏരിയ ഉണ്ട്. അതിൽ തന്നെ 63 ഹെക്ടർ ഈ പറയുന്ന വാട്ടർ ബോഡീസാണ്, അതായത് വെള്ളമുള്ള റിവറിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവരത്രയും കാശ് മുടങ്ങി 4.4 ബില്യൺ റിങ്കറ്റ്, ഏതാണ്ട് നമുക്കൊരു എത്ര പറയാം, 885 ബില്യൺ റുപ്പിയാണ്, അതായത് 8850 കോടി രൂപയോളം അത്രയും ചിലവാക്കിയാണ് അവർ ഈ സംഭവം ഫുള്ള് ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടൂറിസം പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർ എന്തോരമാണ് അത്രയും സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് അട്രാക്ഷനാണ്. അപ്പോൾ ആൾക്കാർ അവിടെ വരുന്നു, അത് കാണാനായിട്ട് അവിടെ പൈസ സ്പെൻഡ് ചെയ്യുന്നു, ആളുകൾ വരുന്നു, അങ്ങനെ അവരതിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നു. അങ്ങനെയാണ് ഓരോ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്ത് അവരതിൽ നിന്ന് ബിസിനസ് ഉണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിലും പല റിവറിൻ്റെയും സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ് ഇപ്പോൾ പലയിടത്തും ഇന്ത്യയിൽ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ വരും. പറഞ്ഞ പോലെ അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. അപ്പൊ അവരത്രയും പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ആ ഒരു ഒരു തീമാണ് അവിടെ ഈ ഒരു റിവർ ഓഫ് ലൈഫിന് കൊടുത്തിരിക്കുന്നത്. മേ ബി ജീവന്റെ നദി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരു ബ്ലൂ തീം, നദിയുടെ ഒരു തീം കൊടുത്തിരിക്കുന്നതാവാം എന്തോ. അങ്ങനെ ആ ഒരു ബ്ലൂ തീമിലാണ് ആ പറയുന്ന റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടനും ഏരിയ ഉള്ളത്. അത് ശരിക്കും നൈറ്റ് ഫൗണ്ടൻ, മറ്റേ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടാണ് പോയത്. പക്ഷെ അന്ന് എന്തോ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ഒന്നുമില്ല. നമ്മൾ നെറ്റിൽ നോക്കി ആ സമയമൊക്കെ നോക്കിയാണ് പോയത്. പക്ഷെ ആ സമയത്തൊന്നും കണ്ടില്ല. എന്താണ് കാര്യം അറിയില്ല. പക്ഷെ ഏതായാലും നമുക്ക് അങ്ങനെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ പോലൊരു ഷോ ഒന്നും ഉണ്ടായില്ല. ബ്ലൂ കളറിൽ ബ്ലൂ തീമിൽ അവിടെ ഏരിയ ഉണ്ടായിരുന്നു, ആ വാട്ടർ ബോഡി. അത് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ അതിന് ചുറ്റുമുള്ള ഏരിയയാണ്. ഇവിടെ നമുക്കിങ്ങനെ നടന്ന ഒരു ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ്, അവിടെ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആ ഒരു KL ടവറൊക്കെ ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലം. KL ടവറും നമ്മുടെ ട്വിൻ ടവറും ഇതൊക്കെ ചേർന്ന് വരുന്ന ആ ഒരു ക്വാലലംപൂറിന്റെ സിറ്റി സെന്ററിന്റെ ആ ഭാഗത്ത് തന്നെയാണ് ഇതുള്ളത്. തൊട്ടടുത്തല്ല, എന്നാലും അധികം ദൂരെ അല്ലാണ്ടാണ് ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് സ്ക്വയർ വഴി. അവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാം, ഈ കാറുകൾ മൊത്തം വന്ന് നടക്കുന്നവർക്ക് ആ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫാമിലീസ് ഒക്കെ നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ വരുന്നു. പിന്നെ അവിടെ അന്ന് ഞങ്ങൾ ചെല്ലുമ്പം ആ ഗ്രൗണ്ടിൽ ഒരു വലിയൊരു സ്ക്രീൻ വെച്ചിട്ട് അവിടെ മലേഷ്യയുടെ എന്തോ അവരുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ഫുട്ബോൾ മാച്ച് എവിടെയോ ഏതോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈവ് സ്ട്രീമിങ് കാണിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു DJയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് സംഭവം ഉണ്ടായിരുന്നു. അധികം ആളില്ലായാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലീസൊക്കെ ഒരു നൈറ്റ് ഔട്ടിങ് പോലെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ചുറ്റുമുള്ള ഒരു ഓൾഡ് ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കുറേ ഈ പറഞ്ഞ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്.
മസ്ജിദ് ഉണ്ട്, ഈ ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്. ഫ്ലാഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെയാണ് ഫസ്റ്റ് അവരുടെ ഇൻഡിപെൻഡൻസിന്, അതായത് ബ്രിട്ടീഷുകാർ മലേഷ്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ആയിട്ട് ഫസ്റ്റ് ബ്രിട്ടീഷിന്റെ കൊടി താത്തി, ഈ ഫ്ലാഗ് പോസ്റ്റിൽ കൊടി താത്തി മലേഷ്യയുടെ കൊടി ഉയർത്തുന്ന ആ ഒരു ഇൻഡിപെൻഡൻസിന്റെ ചടങ്ങ് നടന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ആ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നുള്ള പേര് തന്നെ വന്നത്. ഇതാണ് ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത് നേരത്തെ ഇവരുടെ ഫുട്ബോൾ ടീമിന്റെ ഒരു ക്രിക്കറ്റ് ടീമിന്റെ, മലേഷ്യൻ ക്രിക്കറ്റ് ടീമിന്റെ എന്തോ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിന് ചുറ്റും ഈ ബൈക്ക് അല്ലെങ്കിൽ ജോഗിങ്ങിനായിട്ടുള്ള സ്ഥലമുണ്ട്, നടക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ തന്നെ ഈ ചെറിയ ചെറിയ ബൈക്കുകളുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിലോട്ട് വരാം. അതിൽ നമ്മൾ കയറിയായിരുന്നു. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഫാമിലിക്ക് വന്നാൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട്. നല്ലൊരു വൈബാണ് അവിടെ. പഴയ ബിൽഡിങ്സ് കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രിട്ടീഷ് കാലത്തൊക്കെ പണിത ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം. ആ ഒരു അന്ന് മുതലേയുള്ള ബിൽഡിങ്ങുകൾ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ കാണാനൊരു ആ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചുറ്റും ആ ബിൽഡിങ്സ്, ആ സ്ട്രീറ്റിൽ കൂടെ നിറച്ച ആ ബിൽഡിങ്സ് ഒക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു യൂറോപ്യൻ ശൈലിയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് നമുക്ക് നടക്കാനും. അതിന്റെ സൈഡിൽ കൂടെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. നമുക്ക് ഫുഡ്, ഡ്രിങ്ക്സ്, ചെറിയ ചെറിയ സ്നാക്സും ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്ന. ഈ കാണുന്ന വണ്ടി കണ്ടോ, ചെറിയ ചെറിയ സ്കൂട്ടർ, ബാറ്ററി ഓപ്പറേറ്റഡ് ബൈക്സ്, 3 പേർക്കൊക്കെ കയറാവുന്ന ബൈക്കാണ്. അപ്പൊ അത് നമുക്കിങ്ങനെ അവിടെ വാടകയ്ക്ക് കിട്ടും. വലിയ റേറ്റ് ഇല്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിലൊരു നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് കൂട്ടുകയാണെങ്കിൽ ഒരു 400-500 ആ റേഞ്ചൊക്കെയായിരുന്നു തോന്നുന്നു. ഏതായാലും വലിയ റേറ്റ് ഇല്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ നമുക്കവിടെ ഇത് റൈഡിന് കിട്ടും. ഒരു നിശ്ചയ സമയം 20 മിനിറ്റ്സോ ഹാഫ് ആൻ അവർ അങ്ങനെയാണ് കിട്ടുക. അത്രയും സമയം നമുക്ക് ഇതിങ്ങനെ അതിന് ചുറ്റും ഓടിച്ചുകൊണ്ട് നടക്കാം. അതിൽ നമുക്ക് 2 പേർക്ക് കയറാവുന്നുണ്ട്, 3 പേർക്ക് കയറാവുന്നുണ്ട്. അതിലൊരു 3 പേർക്ക് കയറാവുന്നത് ഞങ്ങൾ എടുത്തു. നമുക്ക് അതിലേക്ക് വരാം. അതിലെടുത്ത് കഴിയുമ്പോൾ അത് പറയാം. അപ്പോൾ നമ്മൾ കുറേ സമയം ഈ പറഞ്ഞ സ്ട്രീറ്റിലൂടെ നമുക്ക് നല്ലൊരു വൈബായത് കാരണം ഇങ്ങനെ ലൈവ്ലി ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. നിറയെ ഫാമിലീസും പറയുന്ന കുട്ടികളും എല്ലാം ആയിട്ട് നല്ല ലൈവ്ലി ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു ലൈവ് ഫുട്ബോളിന്റെ സ്ട്രീമിംഗ് കൂടെ ഉണ്ടായിരുന്ന ദിവസം കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നു കൂടുതൽ യങ്സ്റ്റേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്. ആ വാക്വേയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പലവിധം ചെറിയ സ്ട്രീറ്റ് വെൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആസ് യൂഷ്വൽ കളിപ്പാട്ടങ്ങളോ ടോയ്സും കാര്യങ്ങളും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂൾ ഡ്രിങ്ക്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. നമ്മളവിടെ നിന്നൊരു ഹാസൽനട്ടോ കോൾഡ് കോഫി മേടിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതൊരു അവിടുത്തെ ഫേമസ് ഇതാന്ന് തോന്നുന്നു. അത് ഭയങ്കര ഒരു വലിയ കണ്ടെയ്നറിനകത്ത് അവർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഐസ് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ കോരി കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ വരുന്നത്. അത് നല്ല ടേസ്റ്റും ആയിരുന്നു. ഈ നിരന്നിരിക്കുന്ന ഇതെല്ലാം നമുക്ക് ഇങ്ങനെ റെന്റിന് എടുക്കാവുന്ന കുട്ടികൾക്കുള്ള കാറുകളും, പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ഓടിച്ചു പോകാവുന്ന ഈ പറഞ്ഞ ട്രൈസൈക്കിൾ അല്ലെങ്കിൽ ബൈസൈക്കിൾ പോലത്തെ ഇലക്ട്രിക് ഇതുണ്ട്, ബൈസൈക്കിൾ ഉണ്ട്. 3 പേർക്ക് കയറാം. ഇപ്പം 3-4 പേർക്ക് കയറാം. അപ്പം 2 പിള്ളേരും അച്ഛനും അമ്മയും അങ്ങനെയാണെങ്കിൽ 4 പേർക്ക് ഫാമിലി ആയിട്ട് കയറാവുന്ന ടൈപ്പ് ബൈക്കാണ് അവിടെ ഉള്ളത്, ഇലക്ട്രിക് ബൈക്ക്. എല്ലാവർക്കും കൂടെ കയറി ഇതിന് ചുറ്റും ഇങ്ങനെ ഓടിച്ചടക്കാം. ആ ഒരു പഴയ ടൈപ്പ് ആ ബിൽഡിങ്ങിന്റെ, ആ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങിൽ അകത്തോട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ നോക്കി എന്ത് ഭംഗിയാണ്. പിന്നെ ആ ഡോമൊക്കെ ഒരു ഇസ്ലാമിക് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള രീതിക്കും എല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ലൊരു രീതിക്ക് ഉള്ള ബിൽഡിങ്സ്. പിന്നെ അതിനപ്പുറത്തേക്ക് നോക്കിയാൽ നമ്മുടെ ഹൈറൈസ് ബിൽഡിങ്സ് കാണാം. അതിന് KL ടവർ കാണാം. അതെല്ലാം അതിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തായിട്ടുണ്ട്. നമ്മുടെ ലോകത്തിലെ 3ാമത്തെ ടവർ, പിന്നെ 2ാമത്തെ പൊക്കം കൂടിയ ടവർ, അത് അവിടെ നിന്ന് കാണാം. ഡെക്ക ടവർ. നല്ല വൈബാണ്. ടൂറിസ്റ്റും ഫാമിലീസും എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് ആ ഒരു ഈവനിങ് നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടൊരു വൈബിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നടക്കാൻ സ്ഥലം. അതുപോലെ ആ ഒരു പുൽ മൈതാനവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർക്കും കളിച്ചെടുക്കാൻ ഓടിച്ചാടി നടക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം.
അപ്പോഴാണ് ഒരു ബിൽഡിങ്ങിന് നമുക്ക് വലിയൊരു ഫ്ലാഗിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൃത്യം അറിയില്ല, എങ്കിലും അവരുടെ ഫുട്ബോൾ ടീമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് തോന്നുന്നു ആ ഒരു ഫുട്ബോൾ ഇവന്റ് നടക്കുന്നുണ്ട് കൂടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. സൈഡിൽ കൂടെ ഇങ്ങനെ മോഡിഫൈഡ് കാറുകളും സംഭവങ്ങളൊക്കെ ഫുട്ബോൾ സ്ട്രീമിംഗ് ഉള്ളത് കാരണമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ് കുറേ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് സുന്ദരി പൂച്ചക്കുട്ടി അവിടെ സൈഡിൽ ഇരിക്കുന്നു. ആശാനും ഈവനിങ് എൻജോയ് ചെയ്യാൻ വന്നതാണെന്ന്. നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് പൂച്ചക്കുട്ടിയായിരുന്നു. അവനും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങിടപ്പുണ്ടായി. മോക്ക് അവിടെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. കുറെ ചേച്ചിമാർ വന്നിട്ട് അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ നമ്മുടെ മ്യൂസിക് അക്കൗണ്ടിന്റെ കാര്യത്തിൽ അവിടെ കണ്ട പോലെ പറഞ്ഞ പോലെ ഇവർ പറയുന്ന അവൾക്ക് മനസ്സിലായില്ല, അവള് പറഞ്ഞ് ഇവർക്ക് മനസ്സിലായില്ല, എന്നാലും ഉള്ളത് അവൾക്കൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് അവരുടെ കൂടെ അവർ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ട് ആ പൂച്ച അവരുടെ ആയിരുന്നു ആ പൂച്ച. അപ്പൊ ആ പൂച്ചയെ കളിപ്പിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പൊ ഇവള് പൂച്ചയെ നോക്കിയിരിക്കണ കണ്ടിട്ട് ഇവൾ പൂച്ചയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവളെ കൊണ്ടുപോയി അതിനെ തലോടിക്കുക, ഇവളുടെ കൈ പിടിച്ച് ആ പൂച്ചനെ തലോടിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ പരിപാടി. പയ്യൻ യോയോ ആണ്. ഡാൻസ് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു DJ പോലെയൊക്കെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരും കണ്ട് ഫുട്ബോൾ മാച്ചിന്റെ ലൈവ് സ്ട്രീമിംഗ് ഉള്ളത് കാരണം ചേച്ചിമാർക്ക് അവളെ ഭയങ്കര കാര്യമായിരുന്നു. അവര് പൂച്ച തലോടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ അവളെയും കൂടെ ഇനി ഓമനിക്കാനും കാര്യങ്ങൾക്കും ആയിട്ട് കൂടെ കൂട്ടിയവര്. അവൾക്കും പിന്നെ പൂച്ചയും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് വീട്ടിൽ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന 2-3 പൂച്ചയൊക്കെ അവൾക്ക് ഭയങ്കര കാര്യമാണ്. പൂച്ചനെ കണ്ടപ്പോൾ അവൾ ഹാപ്പി. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയും കൂടെ ആയിരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സ്ക്രീൻ വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു ഫുട്ബോൾ മാച്ചിന്റെ. വീഡിയോ എടുക്കുന്നപ്പോ പയ്യൻ എനർജറ്റിക്കായി. വ്ലോഗ് ആണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നാ പിന്നെ എൻ്റെ വക ഒരു 2 ഡാൻസും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൂച്ചയെ കളിപ്പിച്ചോണ്ടിരുന്നതുകൊണ്ട് മോള് ചുറ്റുമുള്ളതൊന്നും നോക്കിയില്ലെന്ന് തോന്നുന്നു. പരിചയമില്ലാത്ത ആൾക്കാരാന്നുള്ളതൊക്കെ അങ്ങോട്ട് മറന്നു തോന്നുന്നു. പൂച്ചയിലായിരുന്നു അവളുടെ കോൺസെൻട്രേഷൻ. ഇല്ലാന്നുണ്ട് ഇത്രയും പരിചയമില്ലാത്തവരുടെ അടുത്ത് അവൾ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് മിങ്കിളാവുന്നില്ല. പൂച്ചയുള്ളത് കാരണം അതിലോട്ടായിരുന്നു കോൺസെൻട്രേഷൻ. നല്ലൊരു പൂച്ചയായിരുന്നു, നല്ല സുന്ദരി പൂച്ച. ഇത് അവരുടെ പൂച്ചയാണോ അവിടെ നടന്ന പൂച്ചയോ അവരെടുത്ത് ഓമനിച്ചാണോ എന്നറിയില്ല. ഏതായാലും ഇരിക്കുന്ന കണ്ടിട്ട് അവരുടെ പൂച്ച തന്നെയാണെന്ന് തോന്നുന്നു. പൂച്ചയും ഹാപ്പി, പിള്ളേര് ഹാപ്പി, മോള് ഹാപ്പി. മൊത്തത്തിൽ ഇവർ പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ മോൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇവർ പറയുന്നത് എന്നാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ചേച്ചിമാർക്കാണ് ഇവളെ കൊണ്ട് പൂച്ച ഓമനിപ്പിച്ചിട്ടങ്ങ് മതിയാവുന്നില്ല. അവൾക്കും അത്ര അടുത്ത് പൂച്ച ഓമനിക്കാൻ കിട്ടുന്ന ആദ്യമായിട്ട്. അതുകൊണ്ട് ആദ്യത്തെ മോള് ഹാപ്പി. ഇതാണ് നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ബൈക്ക്. ഞങ്ങൾ 3 പേരും കൂടെ കയറി. ഇപ്പോഴാണ് അവളൊന്ന് ചിരിച്ചത്. വണ്ടി കയറി പോകാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് എക്സൈറ്റ്മെന്റ് ആയി. നമ്മൾ ഇതുവരെ അങ്ങനെ സ്കൂട്ടറിൽ അങ്ങനെ ഇതുപോലെ കയറിയിട്ടില്ലാത്തതുകൊണ്ട്. കാര്യം വീട്ടിലെ ഹോണ്ട ആക്റ്റീവയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ ലൈവായിട്ട് സ്കൂട്ടറിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് കയറിയപ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതൊന്ന് ബാലൻസ് ആവാൻ കുറച്ച് സമയം എടുത്തു. കാര്യം നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിക്കുമല്ലോ, അതിന്റെ എന്താണ് ഹാൻഡിൽ ബാലൻസും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലൈൻമെന്റ് ഒക്കെ തെറ്റിയിരിക്കുകയായിരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അതിലിങ്ങനെ ഓടിച്ച് കറങ്ങിടക്കാൻ. മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എക്സൈറ്റ്മെന്റ്.
സന്തോഷവും എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടെ ആയിട്ട്. ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഈ ഒരു സെറ്റപ്പ് ഭയങ്കര, നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേർക്ക് തന്നെ ഓടിച്ചു നടക്കാവുന്നുണ്ടല്ല, വലിയവർക്ക് തന്നെ ഓടിച്ചു നടക്കാറുണ്ട്. ഇതുപോലെ ഫാമിലി ആയിട്ട് ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇവിടെ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നി എവിടെയെങ്കിലും. അതായത് വേറെ വണ്ടികളും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് ഇതുപോലുള്ള വാക്വേ പോലുള്ള സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത സ്ഥലത്ത് ഇതുപോലൊരു ഫാമിലി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും റൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് മോള്. ഫാമിലീസൊക്കെ അങ്ങോട്ട് നമ്മുടെ പുൽത്തകടിയിൽ നിരന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സ്ട്രീമിങ് ഫുട്ബോൾ തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾ ഫുട്ബോൾ തുടങ്ങുന്ന ആ സമയത്തിനും അത് രാത്രിയിലേക്കായിരുന്നു. ആ സമയത്ത് ആയപ്പോഴത്തേനും ഫാമിലീസൊക്കെ പുൽത്തകടിയിലോട്ട് പയ്യെ ഇങ്ങനെ സെറ്റിലായി വരികയാണ് ഇരുന്ന് കാണാനായിട്ട്. അവിടെ എന്തൊക്കെയോ അവരുടെ ഭരണാധികാരികളുടെ, പഴയ ഭരണാധികാരികളുടെ, ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അവരുടെ എന്തോ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്, പിന്നെ DJ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയ ഫുള്ള് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് അവരുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി. നമ്മുടെ ആണെങ്കിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു പറ്റുമെന്നറിയില്ല, കൃത്യമാണെന്നറിയില്ലെങ്കിലും ഉമ്മയ്ക്കാൻ പറ്റും നമ്മുടെ റെഡ് ഫോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഏരിയ. പക്ഷെ അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലമൊക്കെ ഇതുപോലെ ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും ആലോചിച്ചു. ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുന്നു. അതുപോലെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് അതുപോലെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഭംഗിയാക്കുകയാണെങ്കിൽ എന്ത് ഭംഗി ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. ഇങ്ങനെയൊക്കെയാണ് ഓരോ രാജ്യങ്ങൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നതും അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. ഇനി ഇതുപോലുള്ള നമ്മുടെ ഇലക്ട്രിക് വണ്ടികളും അവിടെ അവൈലബിൾ ആണ് ഓരോരുത്തർക്ക് ഓടിച്ചു കളിക്കാനും. ഇതിൽ നമുക്ക് അപ്പുറത്തേക്ക് നോക്കിയാൽ നമ്മുടെ ഫേമസ് ബിൽഡിങ്സ് എല്ലാം കാണാം. അവിടുത്തെ സ്കൈ സ്ക്രേപ്പേഴ്സ്, പിന്നെ അവിടെ നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ, KL ടവറിൻ്റെ മുകൾ ഭാഗം കാണാൻ ചുവന്നിങ്ങനെ നിൽക്കുന്നത്. റെഡ് ലൈൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. KL ടവറിൻ്റെ ഡീറ്റെയിൽസ്, പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ മുമ്പിലത്തെ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ ദൂരെ കാണാൻ പറ്റും. നല്ലൊരു വിഷ്വലാണ് അവിടുന്ന് മൊത്തം നമുക്ക് ചുറ്റും നോക്കിയാൽ. ഇത്രയും കളർഫുൾ ആൻഡ് ബ്രൈറ്റ് ഒരു സംഭവമാണ്. നമുക്ക് ആ ഒരു പ്രത്യേക വൈബ് കിട്ടും അവിടെ. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഹാപ്പനിങ് പ്ലേസ് ആണ്. ഫാമിലീസ് എല്ലാം വന്നിട്ട്, ഫാമിലീസും യൂത്തും യങ്സ്റ്റേഴ്സ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്, എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യുന്നൊരു ഹാപ്പനിങ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ ഇതുപോലെ നമ്മൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സും എല്ലാം ആ ഒരു ബിൽഡിങ്സ് ഒക്കെ അവർ കീപ്പ് ചെയ്തിരിക്കുന്നു മനോഹരമായിട്ട്. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് ഫീൽ ചെയ്യും, ഒരു പോസിറ്റീവ് വൈബ്. ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിലും പല സ്ഥലത്തും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പല സ്ഥലത്തും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ആളുകൾ പിന്നീട് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ പ്രോപ്പർ മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കാരണം നശിച്ചു പോയിട്ടുണ്ട്. അവിടെ വേറൊരു ആശാൻ കൂടെ ഉണ്ടായിരുന്നു. ഇതേ നിൽക്കുന്ന പാണ്ട, പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് കൂടെ ഒന്ന് സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കാം. ഞങ്ങൾ പിള്ളേരായതുകൊണ്ട് ഞങ്ങളുമായിട്ട് കൂടെ ഒന്നൊരു സെൽഫി ഫോട്ടോ എടുത്തു. പിന്നെ അവിടെ വാക്കുവയുടെ സൈഡിലും വിൽക്കാൻ വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ വിലയാണ് ഇത് 1.5 റിങ്കറ്റ്. 1.5 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 30 ഇന്ത്യൻ രൂപ വരും. ഒരെണ്ണത്തിനാണോ 1 കിലോയാണോ അറിയാൻ പറ്റില്ല. അതാണ് അവിടുത്തെ പൈസ. അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയർ സന്ദർശനവും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് അന്നത്തെ ദിവസത്തെ കാര്യപരിപാടികൾ മതിയാക്കി പയ്യെ റൂമിലോട്ട് തിരിച്ചു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കിയുള്ള നമ്മുടെ മലേഷ്യൻ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. നന്ദി, വണക്കം, ബൈ.